ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നും സ്ഥിരമുള്ള പരിപാടി തന്നെയല്ലേ വീടിന് ചുറ്റുമുള്ള ഈ ഓരോ മരങ്ങളും ചെടികളും വാഴയും തെങ്ങും ഇതൊക്കെ ഇങ്ങനെ കാണിച്ചു തരിക എന്നുള്ളത്. ഇതിലുണ്ട് മഞ്ഞുതുള്ളി വന്നിട്ടുള്ള ആ വെള്ളമാണ് ഈ ഇലയിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് എന്നെ കണ്ടപ്പോൾ നല്ല രസം തോന്നി. അപ്പോൾ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വീടിൻ്റെ 4 പുറം ഒന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. 4 പുറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഗേറ്റുള്ള ഭാഗത്ത് റോഡാണ്. പിന്നെ 2 ഭാഗത്തും ഓരോ വീടിൻ്റെ തൊടികളൊക്കെയാണ്. അപ്പോൾ പ്രത്യേകിച്ച് മനുഷ്യന്മാരെ കാണാനുള്ളൊരു അവസ്ഥയൊന്നും ഇല്ല അവിടെ. പിന്നെ അപ്പോൾ ഈ കാണുന്നത് തൊട്ടടുത്ത വീടാണ്. ഒരൊറ്റ മതിലാണ്, തൊട്ടപ്പുറത്തെ വീടാണ്. പക്ഷെ അവിടെ ഒരു വയസ്സായിട്ടുള്ളൊരു അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ കാണൽ വളരെ കുറവാണെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീടൊന്നിങ്ങനെ റൗണ്ട് ചെയ്തിങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മളങ്ങനെ ഫ്രണ്ടിലേക്ക് വരികയാണ്. ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് തന്നെ എത്തുന്ന ഒരു ഭാഗമാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ വെറുതെ അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രകൃതിയൊക്കെ നല്ല രസം തോന്നിയപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള പോലെ തന്നെ നല്ലൊരു മഞ്ഞ് ഇവിടെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 7 മണി ആവണം. അപ്പോൾ അത്രത്തോളം മഞ്ഞിൻ്റെ കടുപ്പം കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഒരു ഫ്രണ്ട് സൈഡ് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെയാണ് ചുറ്റുവട്ടമുള്ള വിശേഷം. ആരും ഇല്ല എന്ന് തന്നെ പറയാം ശരിക്കും നമുക്കൊന്ന് ആൾക്കാരെ കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് എന്തായാലും കോളേജൊക്കെ അടച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകണം. അപ്പോൾ നമ്മൾ എല്ലാ പണികളും ഒക്കെ ഒന്ന് വേഗം ചെയ്ത് ഒക്കെ ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസം ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ മാറ്റി വെച്ചിട്ട് വേണമല്ലോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ വെള്ളയപ്പമൊക്കെയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളയപ്പവും കറിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ രാവിലെ തന്നെ വേഗം ഏട്ടനും പോകാറാകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അവർക്കുള്ളതൊക്കെ ഒന്ന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും അതേപോലെ തന്നെ കൂട്ടാനും ചോറും ഒക്കെ ആയിട്ടുണ്ട്. രാവിലേക്കുള്ള വെള്ളയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. എല്ലാ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കഴിഞ്ഞു. ഇനി ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അടുക്കളയുടെ വീതനയുടെ മുകളിൽ ഒരുപാട് പാത്രങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാതും ഒക്കെ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം മാറ്റി വെച്ച് തുടച്ച്, കാരണം ഇനിയിപ്പോൾ അതിൻ്റെ ആളില്ലെങ്കിൽ നമുക്ക് ഇത്രയും പാത്രങ്ങളൊന്നും മുകളിൽ ഇനി വെച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെല്ലാം മടക്കി പെറുക്കി എല്ലാം വെച്ച് ഒക്കെ ഷെൽഫിലാക്കി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ആരും ഇവിടെ ഇല്ല. അപ്പോൾ ആർക്കും പാത്രങ്ങളുടെ ആവശ്യവും ഇല്ല. ഏട്ടൻ മാത്രമാകുമ്പോൾ പിന്നെ അതിൻ്റെ കാര്യമില്ല. അപ്പോൾ അതൊക്കെ എല്ലാം കഴുകി വൃത്തിയാക്കി ഉണക്കി നമ്മൾ ഷെൽഫിലൊക്കെ വെച്ച് ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ട് നമുക്ക് അടിച്ച് തുടച്ചിട്ടിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോൾ അടുക്കള ക്ലീനിങ് ആണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് പരമാവധി ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന പോലെ ആകുമ്പോൾ നമുക്ക് സ്പേസ് കുറച്ച് ലാഭിക്കാമല്ലോ. അല്ലാണ്ട് എല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ഓരോന്ന് സെറ്റാക്കി തന്നെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി. പിന്നെ പാത്രം വെള്ളം വാരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ടബ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിലേക്ക് വെക്കും. പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്, സ്പൂൺ അങ്ങനത്തെയൊക്കെ ഓൾറെഡി നമ്മൾ മുകളിൽ തന്നെ സ്റ്റാൻഡ് ഉള്ളതുകൊണ്ട് സ്റ്റാൻഡിലേക്ക് തന്നെ വെക്കുകയാണ് ചെയ്യുക. സ്റ്റാൻഡിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ സിങ്കിലേക്ക് വീഴുമ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വലിയ പ്രശ്നം വരുന്നില്ലല്ലോ. വേറൊരു ഭാഗത്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ മുകളിൽ തന്നെ ഇങ്ങനത്തെയൊക്കെ ഒരു അറേഞ്ച്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്കതങ്ങനെ വെക്കാം. അല്ലാതെ കുറച്ച് വലിയ പാത്രങ്ങളൊക്കെ ആണെങ്കിൽ മാത്രം ഈ ടപ്പിലേക്ക് കമത്തി വെച്ചിട്ട് വെള്ളം വാർന്നതിന് ശേഷം എടുത്ത് വയ്ക്കും. ഇനിയുള്ള വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അൺബോക്സിങ് കൂടിയാണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇത് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബേഴ്സ് പൊതുവേ യൂസ് ചെയ്യുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അടുപ്പിച്ച് കുറച്ച് ദിവസങ്ങളായിട്ടായിരുന്നു ഇത് ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് വന്നതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ആ ഒരു പ്രൊജക്ഷൻ ലാമ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ട്രോളി കിട്ടിയതിൻ്റെയൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക കേട്ടോ മുന്നേ തന്നെ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിരിക്കുന്നതിൻ്റെ ഒരു ബോക്സിൽ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ആദ്യത്തെ ബോക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. റിംഗ് ലൈറ്റ് ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ബോക്സാണിത് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇനി ഒരു ഇതും കൂടി വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്നിങ്ങനെ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ ട്രൈപോഡ് എന്ന് പറയുന്നത്. നമുക്കത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റമ്പ് ഇതാണ് വരുന്നത്. അപ്പോൾ അത് ഏകദേശം ഒരു 10 ഇഞ്ച് വരുന്ന അത്രയും ഹൈറ്റ് കിട്ടുന്ന ഒരു റിംഗ് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഇതിങ്ങനെ ഒന്ന് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ ഇതാർക്കെങ്കിലും ഇത് ഉപയോഗിക്കേണ്ടി വരുന്ന സമയത്ത് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് അത് ഫിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളും അത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റേതായൊരു എങ്ങനെ ചെയ്യാമെന്നൊരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കി എല്ലാം മനസ്സിലാക്കിയിട്ട് ആണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് വാങ്ങുന്ന ഒരാൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കൂടിയിട്ട് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ ഇതിലൊന്ന് പറഞ്ഞു തരാം. നമുക്കിതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് ഓരോന്നിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറയാനൊന്നും അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമുക്കിതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. ഇനി ആ ട്രൈപോഡിൻ്റെ ബോക്സ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നീളം എങ്ങനെയാണ് നമ്മളത് ഹൈറ്റ് വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ഉള്ളിൽ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ആ നോബ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നപ്പോൾ ഈ ഒരു നീളത്തിലാണ് അവരതിൽ പെട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിൽ ബോക്സിലുള്ള ആ 2 കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഓരോന്നായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ട്രൈപോഡ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് വലിക്കാനേ പാടുള്ളൂ. അത് വലിക്കുമ്പോൾ കുറച്ചൊന്ന് വിടർന്ന് നിൽക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ അതിനൊന്ന് ലൂസാക്കി കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇങ്ങനെ ടൈറ്റായി നിൽക്കുമ്പോൾ ഇത്ര മാത്രമാണ് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോരുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് ലൂസാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ മുകളിലേക്ക് നീളം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ താഴ്ഭാഗം കറക്റ്റായിട്ട് വിടർത്തി വെക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് വിടർത്തി വെക്കാവുള്ളൂ. പിന്നീട് ഇവിടെ കാണുന്ന ആ നോബ് ലൂസാക്കിയിട്ട് വേണം മുകളിലേക്ക് അതിൻ്റെ ഹൈറ്റ് കൊടുക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റാൻഡ് കറക്റ്റായിട്ട് വരുന്ന പോലെ ആക്കിയതിന് ശേഷം നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ട്രൈപോഡിൻ്റെ ആദ്യത്തെ ഒരു ലെയർ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു പോർഷൻ നമുക്കിപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ശരിയായി. ഇപ്പോൾ ആ ഒരു നീളം നമ്മൾ മാക്സിമം അത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷവും നമുക്ക് കുറച്ചും കൂടിയിട്ട് ഹൈറ്റ് നമുക്ക് ഇതിലൂടെ കൂട്ടാൻ പറ്റും. അപ്പോൾ അത് ഒന്നും കൂടി കാണിച്ചു. അപ്പോൾ ആദ്യത്തെ ഒന്ന് കഴിഞ്ഞു, രണ്ടാമത്തെ നോബിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒന്നും കൂടിയിട്ട് ഹൈറ്റ് കൂട്ടുകയാണ്. അതായത് ഒരാൾക്കുള്ള വലിപ്പത്തിനടുത്ത് തന്നെ അത് വരുന്നുണ്ട്. നമുക്ക് വേണ്ട ഹൈറ്റ് നീട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അവിടെയും നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടിയിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ടാണ് നമ്മളത് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം കണ്ടോ ഈ ഒരു ഹൈറ്റ് വരേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഷോൾഡറിൻ്റെയൊക്കെ ആ ഒരു ഭാഗം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുവരെയാണ് ഞാനിവിടെ നീട്ടി എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് അടപ്പ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതൊന്ന് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് വേണം ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിറ്റിങ്സൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇത് 2 പോർഷനായിട്ട് ഇതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ ചെറിയൊരു സ്ക്രൂ ആണുള്ളത്. അപ്പോൾ ആ സ്ക്രൂവിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന പോലെ കറക്റ്റായിട്ട് വെച്ചൊന്ന് തിരിപ്പിച്ച് കൊടുക്കുക. തിരിപ്പിച്ച് അത് ടൈറ്റ് ആയി കഴിഞ്ഞിട്ട് നമുക്കത് ടൈറ്റായി എന്നൊന്ന് ഉറപ്പ് വരുത്തുക നന്നായിട്ട്. കാരണം ഇവിടെയാണ് ആ ലൈറ്റൊക്കെ വരുന്നത്. ഇനി നമ്മൾ ഈ ഫിറ്റ് ചെയ്തതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അവിടെയും ഒരു സ്ക്രൂ തന്നെയാണുള്ളത്. ആ സ്ക്രൂവിലേക്കാണ് നമ്മുടെ റിംഗ് ലൈറ്റിൻ്റെ ആ ഒരു ഉൾഭാഗത്ത് ഉള്ള പോർഷൻ ഇവിടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതും കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞാൻ ആദ്യം വെച്ചപ്പോൾ ശരിയായില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് കറക്റ്റ് ചെയ്ത് അത് ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമ്മുടെ മൊബൈൽ ചാർജറിൻ്റെ അതെടുത്തിട്ട് ഇതിലൊരു വയർ വരുന്നുണ്ട്. ആ ഒരു വയർ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണക്ട് ചെയ്തതിന് ശേഷം, അതായത് എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ ഒരു സ്വിച്ച് ബോർഡ് ആവശ്യമാണ് എന്തായാലും. അതിനോട് അടുത്ത് വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇതിലാണ് അതിൻ്റെ റിമോട്ട് എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെയാണ് നമുക്കിത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത്. ഒരു 3 സ്വിച്ചുകളായിട്ടാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ലൈറ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നല്ല ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അതേപോലെ തന്നെ പല തരത്തിലുള്ള ഷെയ്ഡുകളിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് അറിയുന്നില്ല. ഇതിൽ കാണുമ്പോൾ എല്ലാം ഒരേപോലെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ട് അടുത്ത് നിന്ന് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കളറ് ലൈറ്റിൽ വരുന്ന വേരിയേഷൻസൊക്കെ അറിയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് തന്നെ ഇപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഫിറ്റിങ്സ് കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫോണ് അതിൽ വെക്കാനുള്ളൊരു സംവിധാനം കൂടിയാണ്. അപ്പോൾ ലൈറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അടുത്ത സെറ്റിങ്സ് ഫോൺ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിൽ ഇതേപോലെ തന്നെ ചെറിയ ഒരു ഇതുണ്ട്. അത് നമ്മൾ ഓപ്പൺ ചെയ്തു. അതിന് ശേഷം ഇത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വടി പോലത്തെ ഒരു ഭാഗമാണ് കേട്ടോ. കുറച്ച് നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഫോണ് ചെരിക്കാനൊക്കെ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടി വെക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും അതിട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഈ അറ്റമാണ് നമുക്ക് വീണ്ടും ഇതിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കിലത്തെക്കാട്ടിലും ഒന്നുകൂടി ഇത് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അതിൽ ചെറിയൊരു കുറ്റിയുണ്ട്, അതിൽ വെച്ച് കൊടുക്കുക.
അപ്പോൾ അതിൽ വെച്ചിട്ട് എല്ലാം ഇങ്ങനെ തിരിപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഫിറ്റ് ചെയ്ത എല്ലാ സംഭവങ്ങളും എന്താ ചെയ്തത്, ഓരോന്നിൻ്റെ മുകളിൽ വെച്ച് വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന പോലെയാണ് എടുത്തത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു സംഭവം കൂടി ഫിറ്റ് ചെയ്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചെരിച്ച് നോക്കുക. അപ്പോൾ ഫോണൊക്കെ ഏത് ആംഗിളിലാണോ നമുക്ക് വെക്കേണ്ടത് വെച്ചാൽ ആ ഒരു ആംഗിളിൽ തന്നെ യൂസ് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗം എന്താ ഒന്നിങ്ങനെ നീട്ടിയെടുക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു ഭാഗത്തൂടെ മാത്രമാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡിൽ നമുക്ക് ഫോൺ വെക്കാൻ വേണ്ടി ഒന്ന് വലിച്ച് കറക്റ്റ് നമ്മുടെ ഫോണ് അതിൽ വന്നു എന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് എങ്ങനെയാണോ പിടിക്കേണ്ടത് ആ രീതിയിലേക്ക് അതിനെ മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ആ ലൈറ്റിൽ വരുന്ന ചേഞ്ച് എന്താണെന്ന്. ഞാൻ നേരത്തെ ലൈറ്റ് കാണിച്ചു തന്നപ്പം ആ ലൈറ്റിൽ വേരിയേഷൻ ഒന്നും മനസ്സിലായില്ല. പക്ഷെ മുഖത്ത് ഏകദേശം അതിങ്ങനെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് വാങ്ങാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതായിരുന്നു കേട്ടോ എൻ്റെ ആദ്യത്തെ ഒരു സന്തത സഹചാരി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ക്ലാസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് മൊബൈൽ നമ്മൾ ബുക്കിൽ എവിടെയാണോ പഠിപ്പിക്കുന്നത് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മൊബൈൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ക്ലാസ്സൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് പറഞ്ഞു കയ്യിലാവുമ്പോൾ എന്തായാലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അനങ്ങിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമുക്കത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തും കയ്യിൽ പിടിച്ചിട്ടൊക്കെ ആകുമ്പോൾ ആ അനക്കത്തിന് കുറേ പ്രശ്നം വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു ട്രൈപോഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലായിരുന്നു ബാക്കിയുള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഇതേപോലെ തന്നെ ഇതായിരുന്നു അതിൻ്റെ ഒരു ഹൈറ്റ് ഉണ്ടായിരുന്നു. ഇത്ര വരയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ പിന്നീട് അതിനൊരു അംഗവൈകല്യം സംഭവിച്ചു കേട്ടോ. അതാ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ അതിൽ തന്നെ 3 ബ്ലാക്ക് കളറിലുള്ള ഇത് കാണുന്നില്ലേ, നമുക്ക് അത്രയും ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനുള്ളതായിരുന്നു. അതിൽ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഒരു പോർഷനിൽ നമുക്കിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫോണൊക്കെ വെച്ചിട്ട് നമ്മൾ ഏത് ഹൈറ്റ് വേണോ അതിന് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഇവിടെ എത്തിയപ്പം അതിന് ലൂസായിക്കൊണ്ടിരുന്നു. അത് പിന്നെ അങ്ങനെ ഇടയ്ക്ക് വെക്കുമ്പോൾ വീഴണ ഒരവസ്ഥയിലേക്കൊക്കെ വന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണൊന്നും വിശ്വസിച്ച് വെക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റിംഗ് ലൈറ്റിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങി യൂസ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഒരു ഉപകാരം ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.